ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിനുകളൊക്കെ എന്തായാലും രാവിലെ തന്നെ എന്തായാലും എണീറ്റ് എന്തായാലും ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ ഗൈസ് അപ്പോൾ ഇന്ന് എന്തായാലും നമ്മുടെ ഇന്ത്യയിലോട്ട് എന്തായാലും ഒരു പുതിയൊരു ആളുകളൊക്കെ എന്തായാലും വരാനായിട്ട് എന്തായാലും പോകണം. അതെന്ന് വെച്ചാൽ ഒരു കാർട്ടൂൺ ക്യാരക്ടറുകളൊക്കെയാണ്. ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ഡോറയും ബുജിയുകളൊക്കെയാണ് ഇന്ന് എന്തായാലും വരാനായിട്ട് എന്തായാലും പോണേന്ന് വെച്ചാൽ ഓക്കെ അപ്പോൾ നമ്മുടെ ഡോറയും ബുജിയും എന്തായാലും നമ്മുടെ ഈ ഒരു ഇന്ത്യയിലോട്ട് എന്തായാലും വരുന്ന എന്തായാലും ഉണ്ട്. നമ്മുടെ ഷിൻചാൻ്റെ ഫ്രണ്ടുകളൊക്കെയാണ് ഡോറയും ബുജി എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിൽ നമ്മളെന്തായാലും നമ്മുടെ ഡോറയും ബുജിയും നമ്മളെന്തായാലും കൊണ്ടുവരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡോറയും ബുജിങ്ങളൊക്കെ നമ്മുടെ ബീച്ചിലുകളൊക്കെ ഒരു ബോട്ടിലുകളൊക്കെയാണ് പറഞ്ഞതെന്നാണ് എന്തായാലും പറഞ്ഞു. പിന്നെ ഡോറയും ബുജി നിങ്ങൾക്ക് അറിയാമല്ലോ, അവർ പ്ലെയിൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും തന്നെ വരത്തില്ല. അവർ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്ത് അഡ്വഞ്ചർ പോലെയൊക്കെ ചെയ്ത് വരത്തുള്ളൂ. അതുകൊണ്ട് അവരെന്തായാലും ബോട്ടിലാണ് എന്തായാലും പറഞ്ഞത്. സ്പീഡ് ബോട്ടിൽ എന്തായാലും വരെയാണ്. അവരെ പോയി പിക്കണം. അവർ വരാനായിട്ട് ഇനി സമയം എടുക്കും. നമ്മുടെ ഷിൻചാനുകളൊക്കെ അവിടെ എന്തായാലും മേക്കപ്പൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പെണ്ണാണോ ആണാണോന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. ഭയങ്കര മേക്കപ്പാണ് ഷിൻചാൻ. അവ എന്തായാലും അവിടെ ഡ്രസ്സ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നമുക്കും കൂടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് എന്തായാലും ഡോറേനെയും ബുജീനെയും വിളിക്കാനായിട്ട് എന്തായാലും പോവാം. എന്നിട്ട് നമ്മൾ നാളെ എന്തായാലും നമ്മൾ ഡോറേനെയും ബുജീനെയും വെച്ച് നമ്മളെന്തായാലും ഒരു അടിപൊളി അഡ്വഞ്ചറായിട്ടുള്ളൊരു ട്രിപ്പ് വീഡിയോകളൊക്കെ നമ്മളെന്തായാലും ഇടുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡോറയുടെയും ബുജിയുടെയും ഈ ഒരു വീഡിയോകളൊക്കെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മച്ചാനുകളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ. അപ്പോൾ ഇനി അടിപൊളിയായിട്ടുള്ള കമൻസുകളൊക്കെ ഇടുക. നമ്മൾ അതിനനുസരിച്ച് നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഈ ഡ്രസ്സുകളൊക്കെ മാറ്റാനായിട്ട് പോകണം. ഇതൊക്കെ നല്ലൊരു ജാക്കറ്റുകളൊക്കെ നൈസറൊക്കെ എടുത്തിടാം. ഗൈസ് ഇവിടെ അപ്പോൾ നമ്മളെന്തായാലും ഡ്രസ്സുകളൊക്കെ നൈസായിട്ട് എന്തായാലും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഷിൻചാനും കൂടെ എന്തായാലും ഫുള്ളായിട്ട് റെഡി ആയിട്ട് എന്തായാലും ഉണ്ട്. എടാ ഷിൻചാനെ പെട്ടെന്ന് വേണം വന്ന് വണ്ടി കയറാം. ഫ്രാങ്ക്ലി ചേട്ടാ ഞാൻ ഇതെത്തി. നമുക്കിന്ന് ഏത് വണ്ടി എടുക്കാം? നമുക്ക് BMW എടുക്കണോ അതോ ഫോർച്യൂണർ എടുക്കണോ? മൊത്തം എല്ലാം കൂടെ ഏകദേശം ഞാനുണ്ട്, ഷിൻചാനുണ്ട്, പിന്നെ ഡോറേനെയും ബുജീനെയും വിളിച്ചുകൊണ്ടിരുന്നു. മൊത്തം എല്ലാം കൂടെ 4 പേരുണ്ട്. 4 പേര് ആ BMW കയറും. പക്ഷെ നമ്മൾ കുറേ നാളെ നമ്മുടെ ഫോർച്യൂണർ എടുത്തിട്ട് നമ്മളെപ്പോഴും ആ BMW ആണ് എടുക്കണമെന്ന് വെച്ചാൽ. എന്നുവെച്ചാൽ ഇതെന്ന് വെച്ചാൽ ഒരു SUV അല്ലേ. ഇത് നമ്മൾ ട്രിപ്പാ അല്ലെങ്കിൽ ലോങ് ആയിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനൊക്കെയാണ് നമ്മൾ ഈ വണ്ടി എടുത്തേക്കണെന്ന് വെച്ചാൽ. ബാക്കിയുള്ള ആവശ്യങ്ങളൊക്കെ BMW ആണ് എടുക്കുന്നത്. ഷിൻചാനെ പിടിച്ചിട്ട് നമുക്ക് നേരെ എന്തായാലും വണ്ടി കൊണ്ട് നേരെ ബീച്ചിൽ പോവാം. ഫ്രാങ്ക്ലി ചേട്ടാ, എനിക്ക് കാണാൻ കൊതിയാണ് ഡോറേനെ ബുജീനെ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവർ. ഞാൻ അവരെ മിസ് ചെയ്ത് എത്ര ദിവസം എന്നറിയാമോ വരുന്ന. ഞാനും അവരെല്ലാവരും കൂടെ ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നതാണ്. പറയണമല്ലോ, ഡോറയും ബുജിയും ഷിൻചാനും പിന്നെ നിങ്ങൾ കുറേ പേരെല്ലാവരും കൂടെ അങ്ങ് ലോസ് ആൻഡോസിൽ പഠിച്ചുകൊണ്ടിരുന്നതാണല്ലേ. എന്നിട്ടാണ് നീ ഇങ്ങോട്ട് വന്നതല്ലേ? ഗൈസ് അപ്പോൾ നമ്മുടെ ഷിൻചാനും അതേപോലെ നമ്മുടെ ഡോറയും ബുജിയും എന്തായാലും ലോസ് ആൻഡോസിലുള്ള സ്കൂളുകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷിൻചാനും ഡോറയും ബുജിയൊക്കെ എന്തായാലും ലോസ് ആൻഡോസിലുകളൊക്കെ ആയിരുന്നു. നമ്മളെ കാണാനായിട്ട് വലിയൊരു ആഗ്രഹത്തിലാണ് ഷിൻചാൻ വന്നതെന്ന് വെച്ചാൽ. പിന്നെ എന്തായാലും അവ ഇനി ഒരിക്കലും തിരിച്ച് പോകത്തില്ല ലോസ് ആൻഡോസിലോട്ട്. അപ്പോൾ ഇവിടെ തന്നെ അങ്ങ് നിൽക്കുന്നതാണ്. അങ്ങനെയാണ് സംഭവം. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇപ്പോൾ എന്തായാലും ബീച്ചിലോട്ട് എന്തായാലും പോകാൻ കേസ്. ഡോറയും ബുജി ഇപ്പോൾ ഏകദേശം വന്ന് കാണുമായിരിക്കും. എനിക്കറിയാൻ പാടില്ല. എന്തായാലും നേരെ എന്തായാലും നമ്മുടെ ബീച്ചിലോട്ട് എന്തായാലും പോവാം. ഗൈസ് ഉള്ളതിൽ ഇവിടെ ഇപ്പോൾ നമ്മളെന്തായാലും ബീച്ചിൽ എന്തായാലും എത്തിയിട്ട് എന്തായാലും ഉണ്ട് കേസ്. അപ്പോൾ ഈ ഒരു ബീച്ചിലാണ് കേസ് നമ്മുടെ അതേപോലെ നമ്മുടെ ഡോറ അതേപോലെ തന്നെ ബുജിയൊക്കെ എന്തായാലും പറഞ്ഞതെന്ന് വെച്ചാൽ. ഇവിടെ ഇപ്പോൾ അവരെ ആരെയും തന്നെ കാണാനായിട്ടില്ല. ഗൈസ് ഇവിടെ ഒരു സ്പീഡ് ബോട്ടുകളൊക്കെ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു അവർ രണ്ടുപേരും വന്നാണ് ഇവിടെ എവിടെയെങ്കിലും നിൽക്കണമായിരിക്കും. ഷിൻചാനെ, എടാ ഷിൻചാനെ, ഞാനാണ് ഡോറ. ഷിൻചാനെ, ഞാനാണ് ഡോറ. എടാ ഷിൻചാനെ, ഞാനാടാ ബുജി. എടാ ഞാൻ നിന്നെ കുറേ നാളാടാ കണ്ടിട്ട്. എടാ ഷിൻചാനെ ഒന്ന് ഇറങ്ങി വാടാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഡോറ അതേപോലെ തന്നെ ബുജി എന്നാണ്ട് അവിടെ നിൽപ്പുണ്ട്. ആടാ ഷിൻചാനെ, ഞാൻ കണ്ടടാ. എടാ ഷിൻചാനെ, നീ ഒന്ന് ഇറങ്ങി വാടാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഞാൻ ഇതെത്തി. എടാ ഷിൻചാനെ, ഞാൻ നിന്നെ എത്ര ദിവസം കണ്ടിട്ട്. ഐ മിസ് യു ഷിൻചാൻ. ഞാനും ഡോറ, ഞാൻ നിന്നെ എത്ര നാളായി ഡോറയെ കണ്ടിട്ട്. മതി നിങ്ങളിപ്പോൾ വന്ന് വണ്ടി കയറും. ഹലോ ചേട്ടൻ ആരാണ്? എടാ ഷിൻചാൻ, ഈ ചേട്ടൻ ആരാണ്? അത് പിന്നെ ബുജി, ഇതാണ് എൻ്റെ ചേട്ടൻ ഫ്രാങ്ക്ലിൻ ചേട്ടൻ. ഞാൻ ലോസ് ആൻഡോസിൽ നേരെ ഇന്ത്യയിലോട്ടാണ് വന്നത്. ഇതെൻ്റെ ഒരു അടുത്തൊരു ബന്ധുവാണ്. എൻ്റെ ബെസ്റ്റായിട്ടുള്ള എൻ്റെ സ്വന്തം ചേട്ടനാണ് ഇതെന്ന് വെച്ചാൽ. അങ്ങനെയാണല്ലേ. ഡോറ ബുജി, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെന്തായാലും നേരെ ഒന്ന് വണ്ടി കയറ്. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഞങ്ങളിതാ വണ്ടി വന്ന് കയറാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഞങ്ങളിതാ വണ്ടി വന്ന് കയറാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഞങ്ങളിതാ വണ്ടി വന്ന് കയറണം.
ആ ശരി ശരി, നിങ്ങൾ 3 പേര് വണ്ടിയിൽ നിന്ന് കയറ്. ആ ആ പിന്നെ ഡോറ ബുജ്ജി, നിങ്ങൾക്ക് സുഖം തന്നെ? ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഞങ്ങൾക്ക് സുഖമൊക്കെ തന്നെ. ആ എനിക്ക് സുഖമൊക്കെ തന്നെ. ഞാനും പിന്നെ ഡോറയും കൂടെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു അഡ്വഞ്ചർ ട്രിപ്പൊക്കെ പോയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഇന്ത്യയിലോട്ട് വന്നാന്ന് ആലോചിച്ചത്. ആ അത് നന്നായി. അപ്പോൾ നമ്മുടെ ഷിൻചാൻ അങ്ങനെ കളിക്കാനായിട്ട് കുറച്ച് പേര് ആയേക്കാണ് കേസൊക്കെ. ഷിൻചാൻ എപ്പോഴും ബോറടിച്ച് എൻ്റെ കൂടെയാണ് കേസ് ഫുട്ബോളൊക്കെ കളിക്കാൻ. ഓക്കെ, ഇനിയിപ്പോൾ കളിക്കാൻ ആളെ കിട്ടിയല്ലോ, അത് മതിയല്ലോ. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഞാൻ വെരി ഹാപ്പിയാണ്. ഡോറ ബുജ്ജി, നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഇന്ത്യ മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണാം. ആ ഡോറ ബുജ്ജി, ഞാനിവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ വണ്ടി ഓടിച്ചാൽ ഞാൻ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് മെയിനായിട്ടുള്ള സ്ഥലങ്ങൾ എത്തുമ്പോൾ സ്ലോ ചെയ്താൽ മതി. ആ ഡോറ ബുജ്ജി, ഏറ്റവും ആദ്യമായിട്ടുള്ള സംഭവമാണ് ഈ കാണുന്ന ഏതാണ് വില്ലേജ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു വില്ലേജിൽ കുറേ പേര് താമസിക്കുന്നുണ്ട്. ഇതൊരു ഫേമസ് ആയിട്ടുള്ളൊരു വില്ലേജാണ്, ഒരു അടിപൊളി വില്ലേജാണ്. ഞാൻ ഫ്രാങ്ക്ലിൻ ചേട്ടൻ ഇടയ്ക്ക് ഒരു ബസ്സിലൊക്കെ ഒന്ന് ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഞാൻ ഷിൻചാനും അതേപോലെ തന്നെ ടൈഗറും. ഓ സത്യമായിട്ടും ഞങ്ങളവിടെ ടൈഗറും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ബസ് ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഇവിടെയൊക്കെ വന്നിരുന്നു. ആ ശരി ശരി, ഇനിയും വേറെ സ്ഥലങ്ങളുണ്ടോ? ആ ഡാറാ, ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട്, ഞാനെല്ലാം കാണിച്ചു തരാം. ഇത് പിന്നെ ഒരു വലിയൊരു മെയിനായിട്ടുള്ളൊരു ഏരിയ ആണ്. ഇതൊരു സിറ്റി ഏരിയ ആണ്. ഇതിൻ്റെ മെയിൻ ടൗണിലോട്ട് പോകാം. ഫസ്റ്റ് ഈ ഒരു സൈഡൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇനി ഇവിടെ ആണെങ്കിൽ കുറേ ബിൽഡിങ്സൊക്കെ ഉണ്ട്. ഇതാണ് ടൗണിലോട്ടുള്ള വഴി. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ വീടുകളും വണ്ടികളും ഒക്കെ എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് ഇതൊരു ടൗണാണ് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ ഒരു സർക്കിൾ പോലത്തെ സംഭവമാണ്. ഇവിടെ നിന്ന് വെച്ചാൽ നമുക്ക് കറങ്ങി നോക്കണ്ട ഇങ്ങനെ പോകാൻ പറ്റും. അത് മാത്രമല്ല ഇവിടെ ആയിട്ട് കണ്ട കുറേ ബിൽഡിങ്സ് ഉണ്ട്. ഇവിടെ ആയിട്ട് കണ്ട കുറേ വീടൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ അവിടെ ആയിട്ട് ഒരു ഫ്ലാറ്റ് കണ്ടുണ്ട്. അവിടെയാണ് എൻ്റെ ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ ഫ്രണ്ടായിട്ട് ലെസ്റ്റർ താമസിക്കണം. ഓ അത് ശരി. അല്ല നിങ്ങളുടെ വീട് എവിടെയാ? ആ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നേരെ നമുക്ക് ജുറാസിക് പാർക്കിൽ പോവാം കേട്ടോ ഫ്രാങ്ക്ലിൻ ചേട്ടാ. ആടാ ഷിൻചാൻ, നമുക്ക് നേരെ പോവാം. ഇവിടെ ജുറാസിക് പാർക്കൊക്കെ ഉണ്ടാ? ശേ, ഒറിജിനൽ ജുറാസിക് പാർക്ക് അപ്പോൾ ഇന്ത്യയിലാണോ? അല്ലല്ലല്ല, ഇത് വേറൊരു ജുറാസിക് പാർക്കാണ്. ഒറിജിനൽ ജുറാസിക് പാർക്ക് അതിൻ്റെ ആയിട്ടുള്ള ആ സ്ഥലത്താണ് ഇരിക്കണം. ഇത് പിന്നെ വേറൊരു ജുറാസിക് പാർക്കാണ്. ഇത് ഞങ്ങളുടെ ഇന്ത്യയിലുള്ള ജുറാസിക് പാർക്കാണ്. ഇത് നൈസ് പാർക്കാണ്. ഇവിടെ ഇഷ്ടം പോലെ ഡൈനോസറൊക്കെ ഉണ്ട്. ഓ ശരിയാണ്. ആ ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷനും ഉണ്ടല്ലോ. ആടാ ഡോറേ, ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഇതാണ് ജുറാസിക് പാർക്ക്. ഉണ്ട് ഇവിടെ ഉണ്ട്, എൻട്രൻസ് ഒക്കെ ഉണ്ട്. ആ അത് ശരി. എനിക്ക് ആ റെയിൽവേ സ്റ്റേഷൻ വരെ പോകണമെന്നുണ്ടായിരുന്നു. ഓ ഡോറോ ഡോറോ, നീ ഓർക്കുന്നുണ്ടോ? നമ്മളാണെങ്കിൽ നമ്മുടെ TV ഷോയിലാണെങ്കിൽ നമ്മൾ കുറേ പ്രാവശ്യം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ടൊക്കെ ട്രിപ്പൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട? ആടാ ബുജ്ജി, എനിക്കതൊക്കെ നല്ല ഓർമ്മയുണ്ട്. എനിക്ക് ഓർമ്മക്കുറവിന് ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കണേ? പിന്നെ അവിടെ നിന്നുണ്ട് ഒരു ട്രെയിനൊക്കെ വരുന്നുണ്ട്. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമുക്കിപ്പോൾ ഈ ഒരു സിറ്റി ഫുള്ളായിട്ട് ചുറ്റി കാണാം. അതുപോലെ തന്നെ ഇങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞ് സൈഡിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ടൗണിൻ്റെ വഴിയാണ്. ഇവിടെ പിന്നെ ഉണ്ട് കുറേ പെട്രോൾ പമ്പൊക്കെ ഉണ്ട്. ഇതാണ് ഒരു പെട്രോൾ പമ്പ്. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ബിൽഡിങ്സ് ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ എയർപോർട്ടും അങ്ങനെ കുറേ ബിൽഡിങ്സൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ വന്നതാണ് ബീച്ച്. ആ ബീച്ചിനടുത്ത് കണ്ടോ ഒരു കാർ ഷോറൂമൊക്കെ ഉണ്ടോ? ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അതൊക്കെ പറഞ്ഞ വഴി നമ്മൾ കണ്ടാണ്. പിന്നെ മെയിനായിട്ടുള്ള സംഭവമാണ് ഇവിടുത്തെ എയർപോർട്ട്. നമുക്കിനി ഒരു എയർപോർട്ടിലോട്ടോ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, വണ്ടി കൊണ്ട് നേരെ എയർപോർട്ടിൽ കത്തിച്ചിട്. ആടാ ഷിൻചാൻ, നമുക്ക് നേരെ അങ്ങോട്ടോ. ഡോറ ബുജ്ജി, ഈ സൈഡിൽ കാണുന്നതാണ് എയർപോർട്ട് എന്ന് പറയണത്. ഇതൊരു കിടുക്കാച്ച എയർപോർട്ടിനുള്ളൊക്കെയാണ് കണ്ടത്. ഇവിടെ കുറേ പേരെന്തായാലും വരുന്നുണ്ട്. നിങ്ങൾ എയർപോർട്ടിൽ വരേണ്ടതായിരുന്നു. ഞങ്ങൾ എയർപോർട്ടിലോ പ്ലെയിനിലോ ഒന്നും ഇതുവരെയായിട്ട് കയറിയിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് പ്ലെയിനിൽ കയറാൻ ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഒരിക്കൽ പ്ലെയിനിൽ മാത്രമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രിപ്പ് പോകും, അപ്പോഴേ കയറും. അല്ല ഞങ്ങൾ അല്ലാതെ തന്നെ അഡ്വഞ്ചറായിട്ട് പോലെ വരും. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും കണ്ടല്ലോ എയർപോർട്ടൊക്കെ. ഇനി നമുക്ക് തിരിച്ചു നേരെ വീട്ടിൽ പോകാം. ഓ പറഞ്ഞാലും നിങ്ങൾക്ക് വീടൊക്കെ ഉണ്ടല്ലേ? അല്ല പിന്നെ ഞങ്ങൾ റോഡിലാണ് കിടക്കുകയാണ്. നീ എന്തൊക്കെയാണ് ഈ ഡോറെ പറയണ? അയ്യോടെ ഷിൻചാനെ, ഞാൻ ചുമ്മാ പറഞ്ഞാണേ. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ നിങ്ങളുടെ വീട്ടിൽ പോവാം. ആടാ ഡോറെ, ഫ്രാങ്ക്ലിൻ ചേട്ടാ നമ്മുടെ വീട്ടിലോട്ട് കത്തിച്ചു വിട്. അപ്പോൾ ഡോറ ബുജ്ജി, വെൽക്കം ടു അവർ ഹൗസ്. എൻ്റെ ഷിൻചാൻ്റെ വീട്ടിലോട്ട് നിങ്ങൾക്ക് വെൽക്കം. താങ്ക് യു ഫ്രാങ്ക്ലിൻ ചേട്ടാ. താങ്ക് യു ഫ്രാങ്ക്ലിൻ ചേട്ടാ. അപ്പോൾ ഡോറ ബുജ്ജി, ഇതാണ് എൻ്റെയും ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ വീട്. ഞങ്ങൾക്ക് പിന്നെ ഈ ഒരു വീട് മാത്രമാണുള്ള. അത് മാത്രമല്ല, ഞങ്ങൾക്കാണെങ്കിൽ സ്വന്തമായിട്ടൊരു BMW ഉണ്ട്. ഓ അത് ഞാൻ കണ്ട്. നിങ്ങൾക്കിപ്പോൾ 2 കാറുണ്ടല്ലേ? ഈ ഒരു ഫോർച്യൂണറും അതേപോലെ തന്നെ BMW. ആ ഡോറെ, ഞങ്ങൾക്ക് 2 കാറുണ്ട്. നിങ്ങൾക്കും കാറുണ്ടല്ലോ? ഓ ഞങ്ങൾക്കും കാറുണ്ട്. ഞങ്ങൾക്കും പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു
മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റാണ് ഞങ്ങൾക്കുള്ളതെന്ന് വെച്ചാൽ അത് ഞങ്ങളുടെ വീട്ടിലിട്ടിട്ടാണ് വന്നത്. ഞങ്ങൾ ഇതുവരെ ഫുള്ളായിട്ട് അഡ്വഞ്ചറായിട്ട് ആണ് വന്നത്. ഞങ്ങൾ പിന്നെ കുറച്ച് ദിവസം ഇനി നിങ്ങളുടെ വീട്ടിലാണല്ലോ നിൽക്കണം. അതുകൊണ്ട് തന്നെ ഉണ്ട് ഞങ്ങളുടെ ആ ഒരു സ്വിഫ്റ്റും കൂടെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ആടാ ഡോറി, നിങ്ങൾ ആ ഒരു സ്വിഫ്റ്റ് കൊണ്ടുപോവാ, നമുക്കിവിടെ പാർക്ക് ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ആടാ ഷിൻചാനെ, ഞങ്ങളുടെ ആ ഒരു സ്വിഫ്റ്റ് ഞങ്ങൾ ഇവിടെ കൊണ്ടിട്ടോളാം. ആ ഡോറേ, നിങ്ങളിപ്പോൾ കാര്യം ചെയ്ത് നിങ്ങൾ നേരെ എൻ്റെ കൂടെ ഞാൻ ഈ വീട് മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരാം. ആടാ ഷിൻചാനെ, എൻ്റെ പൊന്ന് ഡോറെ, എൻ്റെ ബുജ്ജി ഒന്ന് പെട്ടെന്ന് വാ. നിങ്ങളുടെ ബാഗ് സാധനമൊക്കെ ഫ്രാങ്ക്ലിൻ ചേട്ടൻ എടുത്തു വെച്ചോളൂ, ഒന്ന് പെട്ടെന്ന് വാ. എടാ ഷിൻചാനെ, മര്യാദയ്ക്ക് നിങ്ങളുടെ ബാഗൊക്കെ വാരിക്കൊണ്ടോ, എന്നെ കൊണ്ടൊന്നും എടുത്തു വയ്ക്കാം. ഒന്ന് പ്ലീസ് ഫ്രാങ്ക്ലിൻ ചേട്ടൻ ഒന്ന് എടുത്തു പോയി, ഞങ്ങൾ ഈ വീടൊക്കെ ഒന്ന് എക്സ്പ്ലോർ കാണിക്കട്ടെ. ശരി. അപ്പോൾ ഡോറ ബുജ്ജി ഇങ്ങോട്ടാ, ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ മെയിനായിട്ടുള്ള ഹോളെന്ന് പറയുന്നത്. ഇവിടെ ആയിട്ട് പിന്നെ ഏതാണ് ഫ്രണ്ടിൽ തന്നെ ഇവിടെ ആയിട്ടുണ്ട് ഒരു ഹോളും, അല്ല ഇവിടെ തന്നെ സോഫയും സാധനമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതും പിന്നെ ഒരു ഹോളാണ്, അത് വേണമെങ്കിൽ സിറ്റ് ഔട്ട് അങ്ങനെയൊക്കെ പറയാം. കാരണം ഇവിടെ സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ പിന്നെ ആ സോഫയൊന്നുമില്ല, ഇവിടെയാണ് ബെഡ്റൂം പറഞ്ഞത്. ഈ ഒരു സെക്കൻഡ് ഹാളിൽ തന്നെയാണ് ഞങ്ങളുടെ ബെഡ്റൂം പറഞ്ഞത്. ഇവിടെയാണ് ഞാനും ഫ്രാങ്ക്ലിൻ ചേട്ടൻ കിടക്കണം. നിങ്ങൾക്ക് ഞങ്ങൾ വേറൊരു റൂം സെറ്റ് ചെയ്ത് തരുന്നതാണ്. അത് മാത്രമല്ല ഇവിടെ ഉണ്ട് കബോർഡും, അതേപോലെ തന്നെ TV PC എല്ലാം തന്നെ ഉണ്ട്. നമുക്ക് GTA 5 ഗെയിം, ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമൊക്കെ കളിക്കാം. അത് ആ PC നമുക്ക് കളിക്കാം. പിന്നെ എൻ്റെ കയ്യിൽ ഫോണൊക്കെ ഉണ്ട്, നിങ്ങളുടെ കയ്യിലും ഉണ്ടല്ലോ. ആടാ ബുജ്ജി, എൻ്റെ കയ്യിലൊക്കെ ഫോണൊക്കെ ഉണ്ട്. അല്ല ആടാ ഷിൻചാനെ, എൻ്റെ കയ്യിൽ ഫോണൊക്കെ ഉണ്ട്. ആടാ ബുജ്ജി, അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എടാ ഡോറ ബുജ്ജി ഇങ്ങോട്ട് വാ. ഇതാണ് ഞങ്ങളുടെ ജിമ്മെന്ന് പറഞ്ഞത്. ഞാനും ഫ്രാങ്ക്ലിൻ ചേട്ടൻ ഇവിടെ ദിവസം എക്സർസൈസ് ചെയ്യും. ഇനി അപ്പോൾ എനിക്കും എക്സർസൈസൊക്കെ ചെയ്യാം. ആടാ ബുജ്ജി, അതേപോലെ ഇവിടെ എക്സർസൈസ് ചെയ്യേണ്ട ജിമ്മ് അതൊക്കെ തന്നെയാണ് കേട്ടോ. വലിയൊരു ജിമ്മാണ്. നിങ്ങൾ വിചാരിച്ചാണ് മുകളിലത്തെ ഫ്ലോറിൽ വലിയ ഹോളും റൂമൊക്കെ ആയിരിക്കുന്നത്, പക്ഷേ ഇത് സത്യത്തിലൊരു ജിമ്മാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്. ഞങ്ങളുടെ വീട്ടിൽ വലുതായിട്ട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഞങ്ങളുടെ വീട് ഒരു ലക്ഷറി വീടൊക്കെ തന്നെയാണ്. അത് മാത്രമല്ല ഞങ്ങൾക്ക് 2 കാറുണ്ട്. ആടാ ഞങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ വാ, നമുക്കിവിടെ കുറച്ച് നേരം ചുമ്മാ നിൽക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഗായ്സ് ഇത്രയുള്ള ഗൈസ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോകളൊക്കെയാണ്. നമ്മുടെ സബ്സ്ക്രൈബർ മച്ചാനുകളൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഒരു ഡോറയുടെയും ബുജ്ജിയുടെയും വീഡിയോ കൊണ്ടുവന്നത്. ഇതിൻ്റെ വേറൊരു പാർട്ട് കൂടി ഇനി ഇറക്കുന്നതാണ്. ഓക്കെ, ഇത് വേറൊരു പാർട്ടാണ്. ഓക്കെ, ഇത് വേറൊരു സ്റ്റോറി വീഡിയോകളൊക്കെയാണ്. അതല്ലാതെ നമ്മൾ ഡോറേനെ, ബുജ്ജീനെ, ഷിൻചാനെ, ഫ്രാങ്ക്ലിനെ വെച്ച് വേറൊരു അഡ്വഞ്ചറായിട്ടുള്ളൊരു ട്രിപ്പ് വീഡിയോകളൊക്കെ നമ്മളെന്തായാലും ഇടുന്നതാണ് കേസ്. ഓക്കെ, അത് നമ്മളെന്തായാലും ഉറപ്പായിട്ട് ഞാൻ എന്തായാലും കൊണ്ടുവരുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്നിട്ട് അതിന് വേണ്ടിയിട്ട് എന്തായാലും വെയിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ മാക്സിമം നമ്മുടെ ചാനലുകളൊക്കെ ലൈക്ക്, സബ്സ്ക്രൈബ് എല്ലാം തന്നെ ചെയ്യുക. നമ്മുടെ ചാനലുകളൊക്കെ 800 സബ്സ്ക്രൈബേഴ്സുകളൊക്കെ എന്തായാലും ഫൈനലി ഹിറ്റ് ചെയ്തിട്ട് എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മുടെ ചാനലുകളൊക്കെ ലൈക്ക്, സബ്സ്ക്രൈബ് എല്ലാം തന്നെ എന്തായാലും ചെയ്യുക. അതേപോലെ തന്നെ എല്ലാവരും മാക്സിമം നമ്മുടെ വീഡിയോസുകളൊക്കെ എല്ലാവർക്കുമായിട്ട് ഷെയറുകളൊക്കെ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇനി ഏതൊക്കെ ടൈപ്പിലുള്ള വീഡിയോസൊക്കെ ഇടണമെന്ന് നിങ്ങൾ എന്തായാലും മാക്സിമം എന്തായാലും കമൻറ്റുകളൊക്കെ ചെയ്യും. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ പുതിയൊരു കിടല വീഡിയോ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.